ഈ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഭുജിയെണ്ണം പറയുന്നത് കേട്ടു നോക്ക്. എങ്കിൽ അമ്പലത്തിന്റെ കൊടിയാണ്. അതെ, ഇത് തലയെറുക്കപ്പെട്ട ഒരു മനുഷ്യന്റെ രൂപമാണ്. ഓഹോ, എന്നിട്ട് എന്തിനാണ് ഒരു കൊടിമരത്തിന് ഇത്രയും വലിപ്പം? ഒരു കൊടി ഉയർത്താനാണെങ്കിൽ ഒരു മുളയുടെ വലിപ്പം മതിയാവില്ലേ? ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരം അല്ലെങ്കിൽ ധ്വജസ്തംഭം എന്നത് ക്ഷേത്ര ചേതനത്തെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ആധാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രാജാവിന്റെ കൂടി രാജസാന്നിധ്യം സൂചിപ്പിക്കുന്നത് പോലെ അമ്പലത്തിലെ കൊടിമരം ആ ക്ഷേത്രം ദൈവത്തിന്റെ ആലയമാണെന്ന് സൂചിപ്പിക്കുന്നു. പ്രതിഷ്ഠയ്ക്ക് അഭിമുഖമായി ദൈവചൈതന്യത്തെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ആകർഷിക്കാനും നിലനിർത്താനും നട്ടലിലെ 32 കശേരുക്കളെ പ്രതീകമാക്കി 32 വലയങ്ങൾ രൂപപ്പെടുത്തിയാണ് കൊടിമരങ്ങൾ നിർമ്മിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ സമയത്ത് കൊടിമരത്തിൽ തൂക്കുന്ന രൂപത്തെ സാധാരണയായി കൊടി അല്ലെങ്കിൽ ധ്വജം എന്നാണ് വിളിക്കുന്നത്. ഈ കൊടിയിൽ പ്രധാനമായി ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ വാഹനം അല്ലെങ്കിൽ ചിഹ്നമാണ് ഉണ്ടായിരിക്കുക. ഉത്സവം ആരംഭിച്ചതായി ദേവതകളെയും ഭക്തജനങ്ങളെയും അറിയിക്കുന്ന മംഗള ചിഹ്നമാണ് കൊടിയേറ്റം. കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലെയും അമ്പലങ്ങളിൽ ഉത്സവം തുടങ്ങിയിരുന്നത് ഒരു നരബലിയോടെ ആയിരുന്നു. കഴുത്തറുക്കപ്പെട്ട ഒരു മനുഷ്യനെ ഈ കൊടിമരത്തിൽ കെട്ടിത്തൂക്കിക്കൊണ്ടായിരുന്നു ആ ഉത്സവങ്ങളൊക്കെ തുടങ്ങിയിരുന്നത്. അതിന് മറ്റൊരർത്ഥമുള്ളത് ദളിതൻ എന്ന് തന്നെയാണ്. കാരണം ഉത്സവങ്ങൾക്ക് മുൻപ് ഇതുപോലെ കഴുകേറ്റപ്പെടുന്നത് ദളിതരോ ആദിവാസികളോ ബുദ്ധമതത്തിൽപ്പെട്ട ആളുകളോ ഒക്കെ ആയിരുന്നു. ഒരു സംശയം. കേരളത്തിൽ 1000-ലേറെ ക്ഷേത്രങ്ങളുണ്ട്. ഓരോ ക്ഷേത്രത്തിലും വർഷം തോറും ഉത്സവത്തിന് തുടക്കം കുറിക്കണമെങ്കിൽ അണ്ണന്റെ കണക്കനുസരിച്ച് ആ പ്രദേശത്തുള്ള 1000 ആദിവാസികളോ ദളിതരോ ബുദ്ധമതത്തിലുള്ളവരോ വേണ്ടിവരും. അപ്പൊ ഇവരെയൊക്കെ എങ്ങനെ അവിടെ കൂട്ടിലിട്ട് വളർത്തുമായിരുന്നു? അതോ അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് വലിച്ചെടുത്ത് കൊണ്ടുവരുമായിരുന്നു? അതും കൂടി ഒന്ന് വിശദമാക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നാലും ഇന്നും അത് പ്രതിനിധീകരിക്കുന്നത് ഈ കൊല്ലൽ സംസ്കാരത്തെ തന്നെയാണ്. എവിടെയെങ്കിലും ഇതുപോലൊരു കൊടി കാണുമ്പോൾ തീർച്ചയായും നിങ്ങളിത് ഓർക്കുമല്ലോ. ഇദ്ദേഹത്തെ പോലുള്ള ഇരുകാലി ജീവികൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് ഇത്തരം ചെറ്റത്തരങ്ങൾ വിളിച്ചു പോകുന്നതിന്റെ ലക്ഷ്യം ജാതിഭേദമന്യേ എല്ലാവരും പ്രാദേശിക ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളിൽ ഒത്തുകൂടുന്നത് പലരുടെയും കഞ്ഞുകൂടി മുട്ടിക്കാൻ കാരണമാകുമെന്ന് കരുതി യുക്തിവാദികളായും നിരീശ്വരവാദികളായും വ്യാജ ചരിത്ര പണ്ഡിതന്മാരായും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ തകർത്തു എന്തൊക്കെ ചെയ്തു എന്നുള്ള ചരിത്രമൊന്നും ഇക്കൂട്ടർക്ക് അറിയത്തില്ല. ഇവറ്റകൾക്ക് ആകെ അറിയാവുന്നത് ദളിതർ, ആദിവാസികൾ, താഴ്ന്ന ജാതിക്കാർ എന്നൊക്കെയുള്ള ജീർണിച്ച ചിന്താഗതി മാത്രമാണ്. രാജഭരണകാലത്ത് കുറ്റവാളികൾക്ക് വധശിക്ഷ നടപ്പാക്കാൻ ഉപയോഗിച്ചിരുന്ന നിർമ്മിതിയാണ് കഴുമരം. അതിലാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കെട്ടിത്തൂക്കിയിരുന്നത്. എന്നാൽ ക്ഷേത്രത്തിലെ കൊടിമരത്തെ കഴുമരമാക്കി ചിത്രീകരിച്ച താങ്കളെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഇപ്പോൾ പള്ളികളിൽ പോലും കൊടിമരം കാണാറുണ്ട്. അതിനെ ആരെ തൂക്കിലേറ്റിയതിന്റെ പ്രതീകമാണാവോ?